ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇതീ കൂടിയാൽ ഭൗതികമായി ഒരു സംഗതി കിട്ടൂല, ഒന്നും കിട്ടൂല. ശമ്പളം കുറഞ്ഞ ശമ്പളമേ കിട്ടുള്ളൂ. പിന്നെ ഇവിടുന്ന് ഈ കൂടിയവർക്ക് എന്താ കിട്ടുക എന്ന് ചോദിച്ചാൽ, ഇപ്പം മുതലാളിമാരാവുന്ന ഒരുപാട് ആളുകൾ സമസ്തനെ സഹായിക്കണവരുണ്ട്. അവർക്ക് എന്താ കിട്ടുക? ഇവിടുന്ന് ദുഞ്ഞാവുന്നൊന്നും കിട്ടൂല. ദുഞ്ഞാവുന്ന ഉസ്താദന്മാരെ ദുആ കിട്ടും. അല്ലാഹുമ്മ ബാരിക് ഫീഹി, അല്ലാഹുമ്മ ബാരിക് ഫീ അംവാലിഹി, അല്ലാഹുമ്മ ബാരിക് ഫീ ഔലാദിഹി, അല്ലാഹുമ്മ ബാരിക് ഫീ അഹ്ലിഹി വഹദരിഹി വസഫരിഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദന്മാർക്ക് ആഖിറത്തേക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പോൾ ആഖിറത്തിൽ ഉള്ള രക്ഷപ്പെടാനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. ആഖിറത്തിലേക്കുള്ള ഒരു പാലാണ്. അത് മനസ്സിലാക്കി മാത്രം ഇതിലെല്ലാവരും കൂടിയാൽ മതി. മറ്റുള്ള ഭൗതികമായ വല്ല നേട്ടങ്ങളും കിട്ടുമോ, നമുക്ക് വേറെ പിന്നെ ഗവൺമെന്റിൽ നിന്ന് വല്ലതും സാധിപ്പിച്ചെടുക്കാൻ പറ്റുമോ, ഇതൊന്നും അങ്ങനത്തെ ഒന്നും ഇതിൽ നിന്ന് കിട്ടൂല. അതിന്റെ പണിയല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ കൂടുമ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി മാത്രം കൂടിയാൽ മതി. നമ്മൾ ആഖിറം